ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഷട്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫി മാർക്കറ്റ് പ്ലേസ് വെബ്സൈറ്റാണ്. ഇതിലൂടെ നമുക്ക് ഫോട്ടോ വാങ്ങുകയും അതേപോലെ വിൽക്കുകയും ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. പല ഫോട്ടോഗ്രാഫേഴ്സിനും സെയിലിന് വെച്ചത് ആരെങ്കിലും ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ ഒരു സന്തോഷമായിരിക്കും. അതേപോലെ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാനും ഈ ഒരു ഷട്ടർ സ്റ്റോക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മെയിൽ ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഇമേജ് അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് ഇതിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വിശദീകരിച്ച് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഷട്ടർ സ്റ്റോക്ക് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ അവരുടെ വെബ്സൈറ്റ് ഷോ ചെയ്യും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഷട്ടർ സ്റ്റോക്ക്. നമുക്കിവിടെ ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത പിക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് എൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. നമുക്കിതിൽ പോയി കഴിഞ്ഞാൽ ടോപ്പിൽ സെൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിൽ ഫോട്ടോയും അതേപോലെ ഗ്രാഫിക്സും അതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെൽ കണ്ടൻറ്റ് ഉണ്ടാവും. നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. നമ്മുടെ ഫുൾ നെയിമും ഇമെയിൽ, ക്യാരക്ടേഴ്സ് വേണം. അതേപോലെ ഒരു വലിയ അക്ഷരം വേണം, ഒരു ചെറിയ അക്ഷരം വേണം. അതിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, ഈ മെയിലിലേക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻബോക്സിലല്ല വന്നത്. ഞാനിവിടെ ഓൾ മെയിൽ എടുത്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലീസ് ക്ലിക്ക് ഹിയർ ടു വെരിഫൈ യുവർ ഇമെയിൽ. അവിടെ ക്ലിക്ക് ചെയ്യുക. വെരിഫൈഡ് എന്നുള്ള മെസ്സേജ് വന്നു. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഞാനിവിടെ ഡെമോ ആയിട്ട് വെറുതെ ചെയ്തിട്ടാണ്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ വീഡിയോസ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ലിങ്ക് കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫോക്കസ് ഇല്ലെങ്കിൽ ഇവരെന്തായാലും റിജക്റ്റ് ചെയ്യും. അതേപോലെ എക്സ്പോഷർ കറക്റ്റ് ആയിട്ടില്ലെങ്കിലും ചെയ്യും. അതേപോലെ പിക്സലേഷൻ, ട്രേഡ് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്തായാലും റിജക്റ്റ് ചെയ്യും, അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയല് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഓക്കെ എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ്.
ഡിസ്ക്രിപ്ഷൻ അതേപോലെ കാറ്റഗറി കാര്യങ്ങളൊക്കെ കീവേഡ്സ് ഇംഗ്ലീഷിലായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാം. അത് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് സെർച്ച് ചെയ്താൽ കാണില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഇവിടെ ഇത് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ നമുക്ക് കീവേഡ് ആഡ് ചെയ്യാം. ഫോട്ടോ ഓട്ടോമാറ്റിക്കലി കീവേഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കീവേഡ് കൂടെ കൊടുക്കാം. ഓക്കെ, ഇതേപോലെ എല്ലാ പിക്ചേഴ്സിനും കീവേഡ്സ്, അതേപോലെ ഡിസ്ക്രിപ്ഷന്, അതേപോലെ കാറ്റഗറീസ്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ആയിട്ടുണ്ട്. ഒരെണ്ണേ സബ്മിറ്റ് ആയിട്ടുള്ളൂ. നമുക്കിവിടെ ടിക്ക് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. ടിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഫോട്ടോ ഇവിടെ പെൻഡിങ്ങിലുള്ളത്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങിലാണുള്ളത്. ഇത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു വെബ്സൈറ്റിൽ വരും. വേൾഡ് വൈഡായിട്ട് ആൾക്കാർ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഏർണിങ്സ് ലഭിക്കും. ഇതേപോലെ വലിയ ബിൽഡിങ്ങുകളും അതേപോലെ ആളുകളുടെ ഫോട്ടോയും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ റിലീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മസ്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതില്ലാതെയാണെങ്കിൽ അവർ റിവ്യൂ ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടുന്ന് ഡൗൺലോഡ് റിലീസ് ഫോം ക്ലിക്ക് ചെയ്യുക. മോഡൽ റിലീസിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതേപോലെ പ്രോപ്പർട്ടി റിലീസിൻ്റെതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പ്രോപ്പർട്ടി റിലീസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഫോം. പ്രോപ്പർട്ടി ഓണർ, അതേപോലെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിം, ടൈറ്റിൽ, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ച് ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് വേണം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ. ഫോട്ടോഗ്രാഫർ ഇൻഫർമേഷന്, അതേപോലെ മോഡൽസിൻ്റെതുണ്ട്. നമ്മൾ ഈ ഇമേജസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 2 പിക്ചേഴ്സിന് മോഡൽ റിലീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാം, പേ ഔട്ട് ഇൻഫർമേഷൻ ഇവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. പേ ഔട്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡായിട്ട് പറയുന്നത് 3 ഓപ്ഷനാണ്. പേപ്പാൽ, അതേപോലെ സ്ക്രില്ല്, പയോനിയർ. അപ്പോൾ ഞാൻ നോർമലി കൊടുക്കാറുള്ളത് പേപ്പാലാണ്. പേപ്പാൽ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പേപ്പാലിൻ്റെ ഒരു ബിസിനസ് അക്കൗണ്ട് ആവശ്യമുണ്ട്. പേപ്പാൽ എടുക്കുമ്പോൾ നമ്മളിവിടെ പേപ്പാലിൻ്റെ ഒരു പേ ഔട്ട് ഇമെയിൽ ഇവിടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പാൽ വെബ്സൈറ്റിലേക്ക് പോവുക. ഇവിടെ ബിസിനസ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷന് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി അതിൻ്റെ കൂടെ ഉണ്ടാവും. ആ ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതുവഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുക. മിനിമം പേ ഔട്ട് $35 ആണ്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടാക്സ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ഫോമും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇൻഡിവിജ്വൽ കൊടുക്കുക, സബ്മിറ്റ്.
ഈ ഒരു ഫോമാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഫുൾ നെയിം വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഈ ഒരു ടാക്സിൻ്റെത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇവർ പേ ഔട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇത് നിർബന്ധമായി കറക്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഒറിജിനൽ ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ അക്കൗണ്ട്. $169 പേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അൺപെയ്ഡ് ഏർണിംഗ് ആയിട്ടുള്ളത് $0.25. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റ്സുകൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.